പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പേരുകളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: എൻ്റെ പേരുകളുടെ അർത്ഥം ഇരട്ട എന്നാണെങ്കിൽ എൻ്റെ പേരുകൾ ഏതെല്ലാം? തോമസ്, ദിദിമോസ്. രണ്ടാമത്തെ ചോദ്യം: ഞാൻ യൂദയാണ്, പക്ഷേ ഇസ്കറിയാത്ത യൂദയല്ല. ബൈബിളിലെ ആദ്യത്തെ 2 സുവിശേഷങ്ങളിലും എന്നെ മറ്റൊരു പേരിലാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ എൻ്റെ മറുപേരെന്ത്? തഥായി. മൂന്നാമത്തെ ചോദ്യം: കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒന്നാമനായി എന്നെ കർത്താവ് പത്രോസ് എന്ന് പേർ വിളിച്ചു. എന്നാൽ എൻ്റെ മറുപേരെന്ത്? ശീമോൻ. നാലാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഞാൻ ആദ്യ 3 സുവിശേഷങ്ങളിലും എൻ്റെ അപ്പൻ്റെ പേരിലാണ് അറിയപ്പെട്ടത്. യോഹന്നാൻ മാത്രമാണ് എന്നെ സ്വന്തം പേരിൽ സംബോധന ചെയ്തത്. എന്നാൽ എൻ്റെ പേരുകൾ ഏതെല്ലാം? ബർത്തലോമായി അഥവാ നഥനയേൽ. അഞ്ചാമത്തെ ചോദ്യം: എൻ്റെ പേര് ഹോശയ എന്നായിരുന്നു. എന്നാൽ മോശ എന്നെ അതേ അർത്ഥത്തിലുള്ള വേറൊരു പേരിട്ട് വിളിച്ചു. എങ്കിൽ ആ പേര് ഏത്? യോശുവ. ആറാമത്തെ ചോദ്യം: ചുങ്കക്കാരനായിരുന്ന എന്നെയും കർത്താവ് വിളിച്ച് ശിഷ്യനും പിന്നെ 12 ഒരുത്തനുമാക്കി. ഞാൻ എൻ്റെ വീട്ടിൽ കർത്താവിന് ഒരു വിരുന്നും കഴിച്ചു. എന്നാൽ ഞാൻ ആര്? എൻ്റെ മറുപേരെന്ത്? മത്തായി, മറുപേര് ലേവി. ഏഴാമത്തെ ചോദ്യം: കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് നടന്ന എന്നെയും കർത്താവ് തൻ്റെ അപ്പോസ്തലനാക്കി. എന്നാൽ ഞാൻ ആര്? എൻ്റെ മറുപേരെന്ത്? ശൗൽ അഥവാ പൗലോസ്. എട്ടാമത്തെ ചോദ്യം: യഹോവ എന്നെ സ്നേഹിച്ച് എന്നെ യെദിദ്യാവ് എന്ന് പേർ വിളിച്ചു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ അറിയപ്പെട്ടത് വേറൊരു പേരിലാണ്. എന്നാൽ ഞാൻ ആര്? ശലോമോൻ. ഒൻപതാമത്തെ ചോദ്യം: ബാലിന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ എൻ്റെ പേരിനു പുറമെ എനിക്ക് യെരുബാൽ എന്ന മറുപേര് കിട്ടി. എന്നാൽ എൻ്റെ യഥാർത്ഥ പേരെന്ത്?
ഗിദയോൻ. 10-ാമത്തെ ചോദ്യം. പലരെയും ചതിച്ച് പലതും നേടിയ എനിക്കും ദൈവം ഒരു പുതിയ പേരും നല്ല സ്വഭാവവും തന്നു. എന്നാൽ ഞാൻ ആര്? ദൈവം എനിക്ക് നൽകിയ പേരെന്ത്? യാക്കോബ്. ദൈവം നൽകിയ പേര് ഇസ്രായേൽ. ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം കൂട്ടുകാർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.